വേദനകൾ വരും, സ്വാഭാവികമാണ്. ജോയിന്റ് പെയിൻ വരും, ബാക്ക് പെയിൻ വരും, ഡൈജഷനെ പുറത്താക്കും, തലവേദന വരും, മെമ്മറി ലോസ് ആകും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതൊക്കെ പരിഹരിക്കപ്പെടുന്നതല്ല. എന്തിൻ്റെയും ഡെഫിഷ്യൻസി കൊണ്ടാണ് ഡെഫിഷ്യൻസി പരിഹരിക്കും, അല്ലാതെ ഉണ്ടാകുന്ന പെയിനുകളെ കുറയ്ക്കാൻ ഡിസൈൻ. അപ്പോൾ ഇത് എപ്പോഴും കെട്ടുന്നത് നല്ലതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും ചെറുപ്പക്കാരുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഈ കുഴഞ്ഞു വീണ മരണങ്ങൾ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ പഠിക്കുന്ന ഒരു മാസത്തിനുള്ളിൽ കുഴഞ്ഞു വീണ് വരുന്നുണ്ട്. 50 താഴെയാണ് വയസ്സെന്ന് പറയും. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു വീണിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയം കിട്ടുന്നുണ്ട്. കാർഡിയോ വാസ്കുലർ പ്രോബ്ലം. ഈ ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം മനുഷ്യ ശരീരത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മൈക്രോ ബ്ലോക്കുകൾ കണ്ടമാനം കൂടിയിട്ടുണ്ട്. മൈക്രോ ബ്ലോക്കുകൾ ചെറിയ ചെറിയ ബ്ലോക്കുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് സിവിയറോ ചില ആളുകൾക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ അതിജീവിക്കാൻ ചോദിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ബ്ലഡിൻ്റെ സർക്കുലേഷൻ പ്രോപ്പറാക്കണം, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാക്കണം. അതിന് നമ്മൾ ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കുറയ്ക്കണം, ബ്ലഡിൻ്റെ കൊഴുപ്പ് കുറയ്ക്കണം, കട്ടി കുറയ്ക്കണം, സാധ്യത കുറയ്ക്കണം. അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പല കാരണങ്ങളുള്ള ആളുകൾ അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. എത്ര വെള്ളം കുടിക്കണം, അത് എന്ത് വെള്ളമാവണം എന്നുള്ള ഒരു ചോദ്യം. നമ്മൾ കുടിക്കേണ്ടത് നോർമൽ വാട്ടറാണ്, റോ വാട്ടർ, ഭൂമിയിൽ കിട്ടുന്ന വെള്ളമാണ്. അതാണ് നമ്മൾ കുടിക്കുന്നത്. മനുഷ്യൻ ഒഴികെ ഒരു ജീവജാലത്തിനും വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്. മനുഷ്യൻ മാത്രം വെള്ളം തിളപ്പിച്ച് കുടിക്കണം. വെള്ളം തിളപ്പിക്കുമ്പോൾ എന്താ പ്രശ്നം? വെള്ളത്തിലുള്ള ന്യൂട്രീഷൻ ഫാക്ടറുകളെല്ലാം സീറോ ആകും. അതിലുള്ള മിനറൽ കണ്ടന്റുകളെല്ലാം സീറോ ആകും. ഹൈഡ്രജൻ്റെ അളവ് കുറയും, ഓക്സിജൻ്റെ അളവ് കുറയും. അതിൻ്റെ pH ലെവലിൽ മാറ്റം വരും. അത് ന്യൂട്രൽ pH ഉള്ളത് അസിഡിക് കോമ്പിലേക്കാണ്. തത്വത്തിൽ ആ വെള്ളം ഒരു ഡെഡ് വാട്ടറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ വെള്ളമാണ് നമ്മൾ കഴിഞ്ഞ 25 വർഷമായിട്ട്. അപ്പോൾ അതിന് തെറ്റും ശരിയും അതൊക്കെ നമുക്ക് വേറെ സംഭവങ്ങളാണ് വരുന്നത്. നല്ല വെള്ളം കിട്ടുകയാണെങ്കിൽ നമ്മളത് കണ്ടാമിനേറ്റഡ് വാട്ടറാണെന്നുണ്ടെങ്കിൽ തപ്പിക്കാതെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ രോഗങ്ങളുണ്ടാകും. നോർമൽ വാട്ടർ നല്ല ശുദ്ധജലം കിട്ടുകയാണെങ്കിൽ ആ വെള്ളമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം, ആ വെള്ളമാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യം. ബ്രെയിന്, സ്കിന്നിന്, കണ്ണിന്, പിന്നെ GI ട്രാക്ട്, നമ്മുടെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്ട് ഡൈജഷൻ, ഇതെല്ലാം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസിൽ ഫൈബറുകൾക്ക് ഇടയിലുള്ള ലാക്റ്റിക് ആസിഡ് പോകണമെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റലൈസേഷന് കാരണം വൃത്തികളിലുണ്ടാകുന്ന കല്ലുകൾക്ക് കാരണമായുള്ള ഈ കാൽസ്യം ലാക്ടേറ്റ് ഓക്സിലേറ്റ് പോലുള്ള സാധനങ്ങൾ പുറന്തള്ളപ്പെടണമെങ്കിൽ മെറ്റാബോളിക് വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ കണ്ടമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പുറന്തള്ളപ്പെടണമെങ്കിൽ ശുദ്ധമായ വെള്ളം കുടിക്കണം. ചില ആളുകൾ 10 ഗ്ലാസ് ചായ കുടിക്കും, അത് വെള്ളത്തിൽ കുടിക്കില്ല. ചായ കാപ്പിയൊന്നും വെള്ളത്തിൽ കുടിക്കണം, തിളപ്പിച്ചാൽ വെള്ളം വെള്ളത്തിൽ കുടിക്കണം. നോർമൽ വാട്ടർ ഒരു 20 കിലോ വെയിറ്റുള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കഴിക്കാൻ